ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കസിൻസ് ഇങ്ങനെ പ്ലാൻ ചെയ്യായിരുന്നു എവിടേക്ക് പോവാന്ന്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് പൂളിക്ക് പോകാമെന്നായിരുന്നു. അപ്പം മരം കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് വരാനുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല. കൃത്യ ടൈമിൽ വന്നാൽ മതി. അങ്ങനെ അതാ ഞങ്ങളെല്ലാവരും ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുറച്ച് പേര് ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. ഇനി ഞാനും എൻ്റെ കസിനും ഉണ്ട്. ഞാനും കൂടെ ഓരോന്നിങ്ങനെ പറഞ്ഞിട്ട് മെല്ലെ മെല്ലെയാണ് നടന്ന് വരുന്നത്. അവർക്കറിയാം എനിക്ക് വീഡിയോസൊക്കെ എടുക്കാണ്ടെന്ന്. അപ്പോൾ അവർക്കറിയാം ഞാൻ പതുക്കെ വരുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളാണ് ഇവളും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും വീഡിയോസൊക്കെ എടുത്ത് പതുക്കെയാണ് നടന്ന് വരുന്നത്. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഞാൻ ഏതാ സ്പോട്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലേ. തിരുനാവായ കൂൾ ഓഫിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ വ്യൂ ആയാലും അടിപൊളിയാണ്. പിന്നെ പൂള് പിന്നെ പറയും വേണ്ട, അടിപൊളിയാണ്. അപ്പോൾ മെയിനായിട്ട് അവിടുത്തെ വ്യൂ ആണ് ഭയങ്കര രസമാണ് കാണാൻ. ഞാനിതിന് മുന്നേ വന്നിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ ഫാമിലി ആയിട്ട് വന്നപ്പോൾ കൂടെ ഞാൻ വന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളാവുമല്ലോ മെയിൻ. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. 2 വഴിയിലൂടെ പൂളിക്ക് പോകാം. ഒന്ന് സാധാരണ ഒരു വഴി, പിന്നുള്ളത് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന വഴിയാണ്. അപ്പോൾ ഞാനാ പറഞ്ഞത് നമുക്ക് ഈ ഒരു വഴിയിലൂടെ പോകാമെന്ന്. അപ്പോൾ ഇതുപോലത്തെ നല്ല കാഴ്ചകൾ കാണാമല്ലോ. ഇത്രയും നല്ല സ്ഥലം കണ്ടിട്ട് ആരെങ്കിലും വിടുമോ? അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലായി, വീഡിയോസ് എടുക്കലായി, അങ്ങനെ കുറേ ടൈം ഞങ്ങളത് പോയിട്ടുണ്ട്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊരു ചെറിയ സൗണ്ട് കേൾക്കുക, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, അതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെക്കാട്ടി മുന്നേ വന്ന ഫാമിലി ഡ്രസ്സ് മാറ്റാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. കുട്ടികളെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, കുട്ടികളെ കയ്യും കാലൊക്കെ അങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഡ്രസ്സ് മാറ്റിയിട്ട് വേണമല്ലോ നമുക്ക് ചാടാൻ. ഞങ്ങളെല്ലാവരും ഫസ്റ്റ് കണ്ടില്ല, അതാണ് കിഡ്സിൻ്റെ പൂളായിട്ട് വരുന്നത്. അവിടെ കുട്ടികൾ കളിക്കും, ഞങ്ങളെല്ലാവരും ഇതിലേക്ക് ചാടും. നമുക്കിഷ്ടമുള്ള പാട്ടിടാം. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് പാട്ട് സെലക്ട് ആക്കിയിട്ട് ഇട്ടതൊക്കെ. അങ്ങനെ ഒരു വൈബ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചാടാൻ വേണ്ടി പോവുക. കുറേ നേരമായി ഞാൻ പറയും ചാടും എന്ന് പറയും. ചാടുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ പുളുക്ക് ഇറങ്ങുമ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഫോണിൽ വെള്ളം കയറിയാൽ നമുക്ക് ആരും വാങ്ങിത്തരില്ല, നമ്മൾ തന്നെ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഫോൺ സേഫ് ആക്കുക. ഞാനിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ ഒരു ആത്മാർത്ഥത ഒക്കെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ പോയി. ഞാനവിടെ വീഡിയോസ് എടുത്തിട്ട് നിൽക്കുകയാണ്. ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ആകെ 2 മണിക്കൂറാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഇവിടെ സ്വിമ്മിംഗ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് പൂളുണ്ട്, പബ്ലിക് പൂളുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് പ്രൈവറ്റാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഭാഗം ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് കീഞ്ഞ് വരില്ലേ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. കാരണം എനിക്ക് പേടിയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിലൂടെ എനിക്ക് വരാൻ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഒരു പരിസരത്ത് പോയിട്ടില്ല. ഒരു വട്ടത്തെ ചാടിയെന്ന് തോന്നുന്നുണ്ട്. ഒരു വട്ടം ചാടിയിട്ടുണ്ട്. നമുക്ക് പേടിയുള്ള കാര്യം പിന്നെ ചെയ്യണം, അപ്പോഴേ ആ പേടി മാറുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇനി ചാടണ്ട, ഒരു വട്ടം മതി, അത് ധാരാളം. അങ്ങനെ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുകയാണ്. വീഡിയോസ് കാണുന്ന ഇടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. 2 മണിക്കൂറൊക്കെ എത്ര പെട്ടെന്നാണ് പോയത്. ഞാനാ പറഞ്ഞത് 2 മണിക്കൂർ എടുക്കാമെന്നുള്ളത്. 1 മണിക്കൂറാണെങ്കിൽ നമുക്ക് തീരെ ടൈം കിട്ടില്ല. എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേന് അവിടെ ബെല്ലടിക്കും. അപ്പോൾ നമ്മളിങ്ങോട്ട് ഇറങ്ങി വരേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 2 മണിക്കൂർ എടുക്കാമെന്ന്. അതുതന്നെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൂളിൽ നിന്ന് കളിച്ച് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കലുണ്ടോ? എനിക്ക് നല്ല വിശക്കും, എന്താണെന്നറിയില്ല.
അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശക്കലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ മീൻ പൂളിൽ കളിച്ചിട്ട് നമ്മൾ ഇറങ്ങുമ്പോഴുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം ഞങ്ങളെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇനി ഡ്രസ്സ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പൂളിലേക്ക് ഇറങ്ങിയപ്പോഴുള്ള സന്തോഷമില്ല ആർക്കും കയറുമ്പോൾ. അങ്ങനെ നമുക്ക് മാറി കൊടുത്തേ പറ്റൂ. അടുത്ത ഫാമിലി വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടാവും പേടിയുള്ള കാര്യം പിന്നെയും ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പറയാനുള്ള കാരണം ഞാൻ ഒരു വട്ടം പൂളിൽ മുങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ശ്വാസം കിട്ടാതെ കുറേ ടൈം നിന്നിട്ടുണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട കസിൻ അവൾ പറഞ്ഞ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞതാണ്. അവിടെ ആയുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുങ്ങി പോയിട്ടുണ്ട്. ബട്ട് ഞങ്ങൾ പൂളിക്ക് വരാതിരുന്നിട്ടില്ല, പൂളിക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇത് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുള്ള കാര്യം ഉണ്ടെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് പതുക്കെ മാറ്റുക. വിചാരിച്ചിട്ട് പൂളിക്ക് ഇറങ്ങാനുള്ള പേടിയുള്ള ആൾ പെട്ടെന്ന് പൂളിക്കെടുത്ത് ചാടണം എന്നല്ല, പ്രാക്ടീസ് ചെയ്ത് പതുക്കെ എന്ത് പേടിയായാലും അത് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സഹകരിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ മാന്യ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.